ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വെയിൽസിലെ കാർഡിഫ് ബീച്ചിൽ പോയി. അവിടെ വെച്ച് ഒരു ഭൂമിയിൽ നിന്ന് കടൽ തീരത്തുനിന്ന് വിലയേറിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. റെയ്നോൾഡ് ജോൺസൺ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റേത്. അന്ന് ഒരു എക്ലിപ്സിൻ്റെ ഡേ ആയിരുന്നുകൊണ്ട് ധാരാളം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 8 മണി കഴിഞ്ഞാൽ പോയത്, കാരണം 8 മണി വരെ എക്ലിപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പോയപ്പോഴാണ് ഈ മനുഷ്യനെ പരിചയപ്പെട്ട് ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ബീച്ച് തോറും ഇങ്ങനെ നടന്ന് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിക്കും. അദ്ദേഹത്തിന് ഒരു സൗണ്ട് കേൾക്കും ചെവിയിലുള്ള ഹെഡ്സെറ്റ് വഴി. അതോടൊപ്പം തന്നെ ഒരു മോണിറ്ററുണ്ട്, അതിൽ ഡിറ്റക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് തൻ്റെ കയ്യിലുള്ള കൈക്കോട്ട് കൊണ്ട് കുഴിച്ചെടുക്കുക. ആഴ്ചയിൽ 600 പൗണ്ട് വരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ലഭിക്കുമെന്നാണ് പറയുന്നത്. അത് സർക്കാരിലേക്ക് കൊടുക്കും. സർക്കാർ ഒരു വീതം എടുക്കും, വേറൊരു വീതം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. അങ്ങനെ 3ആയിട്ട് കിട്ടുന്ന ശേഖരം ഡിവൈഡ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന മോണിറ്ററിൽ അതിൻ്റെ 1, 2, 3 അങ്ങനെ ഒരു 13, 14 ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യും. അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്ത് തരത്തിലുള്ള ലോഹമാണെന്ന്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് അത് വീണ്ടും ആ ഭാഗത്ത് പിടിപ്പിച്ച് കഴിയുമ്പോൾ എത്ര ആഴത്തിലുണ്ട്, ഒരു 3 മീറ്റർ ആഴത്തിൽ വരെയുള്ളത് അദ്ദേഹത്തിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ഒന്നുകൂടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് നമുക്ക് കേൾക്കാം. Metal detecting club, and we just work and look for treasure and hopefully we find it. Yeah. But yes, it's a good hobby. Okay. I advise anybody to take it up. Keeps you active. Thank you.